ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് കടയിൽ. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ DNA-യിൽ ജനിച്ചിരിക്കുന്ന മക്കള്. അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിന്റെ രാജ്യം അല്ലെ, ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് വരണം അല്ലെ. അത് തന്നെയാണല്ലോ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലേ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ എന്താ പറയുക, ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ലോകത്തും നടക്കണം എന്നാണ്, ഈ ഭൂമിയിലും നടക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ തന്നെ പഠിപ്പിക്കുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന്റെ ഹിതം അല്ലെ. ദൈവത്തിന്റെ ഹിതം അതാണ്, ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് വരണം. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോ നമ്മളെ ദൈവം എന്താ പറയുക, വിളിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പാത്രങ്ങളായിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിന് വെളിച്ചമായിരിക്കണമെന്നും ഉപ്പായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കണം എന്ന് അല്ലെ. നമ്മളെ എന്താ പറയുക, ദൈവത്തിന്റെ കയ്യിലെ പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെ. അപ്പൊ അതിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഭാഗത്തുനിന്ന് വേണ്ടെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുക ദൈവത്തിന്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ വിശ്വാസം വഴി അല്ലെ. നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള ട്രസ്റ്റ് എന്ന് പറഞ്ഞ് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ, ദൈവത്തിന്റെ വർക്കിൽ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന് തന്റെ വർക്ക് ഈ ലോകത്തിലേക്ക് നമ്മൾ വഴി കൊണ്ടുവരാൻ സാധിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ അങ്ങക്ക് ഞാൻ പെർമിഷൻ തരുവാണ് അല്ലെ. ഫ്രീ വില്ലിനെ മാനിക്കുന്നവനാണ് ദൈവം. അപ്പൊ ഞാൻ പെർമിഷൻ തരുവാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവിന്റെ സമയത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ കണ്ടതിനായിട്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ കൃപയ്ക്കായിട്ട് കർത്താവ് ഞങ്ങൾ ഒരുക്കിയായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മജസ്റ്റി. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അങ്ങയുടെ നാമത്തിന് വളരെയധികം മഹിമ വരട്ടെ കർത്താവ്. താങ്ക് യു എൻ്റെ പ്രൈസ് വർഷിപ്പ് യു. എന്ന് ഞങ്ങളോട് സംസാരിക്കണമേ യേശുവിന്റെ നാമത്തിന് ആമേൻ. അപ്പോൾ നമുക്കിന്ന് മത്തായിലേക്ക് പോകാം. മത്തായിൻ്റെ 21-ാമത്തെ ചാപ്റ്ററിൻ്റെ 18 തൊട്ട് 22 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. മത്തായി 21-ന്റെ 18 തൊട്ട് 22 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അപ്പൊ രാവിലെ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പുള്ള വാക്കുകൾ വായിച്ചപ്പോൾ നമുക്കറിയാം അല്ലെ, ട്രയംഫൽ എൻട്രി യേശു ക്രിസ്തുവിന്റെ അല്ലെ, കഴുതപ്പുറത്ത് യേശു വരുന്നു അല്ലെ, രാജാവായിട്ട്, സൺ ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സിയ രാജാവായിട്ട് വരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ജെറുസലേം ദേവാലയത്തിൽ അല്ലെ, ടെമ്പിളിൽ ചെന്ന് അവിടെ എന്താ പറയുക, മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ അവരുടെ പണസഞ്ചി എല്ലാം, മേശയെല്ലാം ചവിട്ടി കളഞ്ഞിട്ട് അല്ലെ, അത് ക്ലെൻസ് ആക്കിയിട്ട് പിന്നെ യേശു ബെഥനിയയിലേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് പിന്നെ രാവിലെ നഗരത്തിലേക്ക് മടങ്ങി വരുന്നു അല്ലെ, ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നു. അതിന്റെ കാര്യം പറയുന്നത്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അപ്പൊ യേശുവിനും വിശക്കുമായിരുന്നു, മനുഷ്യനായിരുന്നു അല്ലെ. 100% മനുഷ്യൻ, 100% ദൈവമായിരുന്നല്ലോ. അപ്പൊ അത്തിവൃക്ഷം കണ്ടിട്ട് അടുത്തേക്ക് ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണുമാകയാൽ ഇന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാതെ അത്തി എത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഓരോ സൃഷ്ടിയും ദൈവത്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കത് കൊളോസ്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന് വേണ്ടിയാ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. ഏത് സമയത്ത് എന്തും ദൈവത്തിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടാം. കൊളോസ്യർ 1-ൽ അങ്ങനെയല്ലോ പറഞ്ഞിരിക്കുന്നത്. എല്ലാം യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക, അവൻ വഴി അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏത് സമയത്ത് എന്തും വേണമെങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടാം, അത് കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത്തിയെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ അത്തിയൊക്കെ എന്താ പറയുക, ഇപ്പൊ ജെറുസലേമിലെ കാര്യമല്ല പറയുന്നത്. അപ്പൊ അവിടെ പൊതുവെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് അല്ലെ. വിന്റർ ഒക്കെ ആയി കഴിയുമ്പോൾ, തണുപ്പ് കാലം ആയി കഴിയുമ്പോഴേക്കും ഒക്ടോബർ തൊട്ട് അങ്ങോട്ട് ഒരു മാർച്ച് വരെയൊക്കെ തണുപ്പുള്ള സ്ഥലമാണത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അവിടെ പോയിട്ടുള്ളവർക്ക്, അവിടെ താമസിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അറിയാവുന്ന കാര്യമാണത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ വിന്റർ മാസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇസ്രയേലിൽ തന്നെയല്ല, പുറം രാജ്യത്ത് അമേരിക്കയിലൊക്കെയാണ്
ആണെങ്കിൽ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വിന്റർ മാസങ്ങളിൽ എല്ലാ വൃക്ഷങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഇലയൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ചുള്ളിക്കമ്പുകൾ പോലെ നിൽക്കും. അപ്പോൾ സമ്മർ ആയി കഴിയുമ്പോൾ വേനൽ തുടങ്ങി കഴിയുമ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവത്തിലൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ വരാൻ തുടങ്ങും അല്ലെ. ഇലകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു വളർച്ചയാണത്. ഒരു മഹാ അത്ഭുതം തന്നെ ശരിക്കും പറഞ്ഞാൽ. വിന്റർ മാസങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാതെ നിന്നിട്ട് പിന്നെ അങ്ങ് വളർന്ന് കാണുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വളരാൻ തുടങ്ങുന്നപ്പോൾ വളർന്നു കഴിഞ്ഞ് അത് ഇല ഉണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ സൃഷ്ടാവായ ദൈവം നോക്കുമ്പോൾ ഇവിടെ ഇല മാത്രമേ ഉള്ളൂ, അത്തിയില് ഫലം കാണുന്നില്ല അല്ലെ. അപ്പൊ നമ്മളും ചിലരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇല മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗമയ്ക്കൊക്കെ മാത്രമേ കാര്യങ്ങളുള്ളൂ അല്ലെ. പുറംമൂടി മാത്രമുള്ളൂ, ഫലങ്ങളൊന്നും കാണുന്നില്ല. അത് ചില വിശ്വാസികളുടെയൊക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ ദൈവം എന്ത് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ചോദിക്കാം, നമ്മളിന്ന് ആവശ്യപ്പെടാം. അപ്പൊ അത് എന്താ പറയാ ഫലം പുറപ്പെടുവിക്കാനും ഫലം കൊടുക്കാനും കായ്ക്കാനും എല്ലാം തയ്യാറായിട്ട് നിൽക്കണം, സീസണിലും ഔട്ട് ഓഫ് സീസണിലും അല്ലെ. അപ്പൊ അതാണ് കാണിക്കുന്നത് ഇവിടെ. ഇനി 21ാമത്തെ വാക്ക്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ അത്തിവൃക്ഷം അങ്ങോട്ട് ഉണങ്ങിപ്പോന്നു. നീ നശിച്ചു പോടെന്ന് പറഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് അത്തി അങ്ങ് ഉണങ്ങിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ അത്തി അവിടെ നിന്നതിന്റെ കാര്യം തന്നെ ഫലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെ. പക്ഷെ ഇനി ഫലം ഉണ്ടാകില്ല എന്ന് അത്തിയോട് പറഞ്ഞപ്പോഴേക്കും അത്തി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി അങ്ങ് പോകുന്നു അല്ലെ. എനിവേ 20ാമത്തെ വാക്കിൽ പറയുന്ന ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ തൽക്ഷണം ഉണങ്ങിപ്പോയെന്ന് കണ്ടപ്പോൾ അവരാപ്പാടെ ആശ്ചര്യപ്പെടുന്നു. 21ാമത്തെ വാക്കോട്ട് അതാണ് എനിക്കിനി സംസാരിക്കാനുള്ളത്. ഇതാ പറഞ്ഞിരിക്കുന്നത്, അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറയുന്നത്. അപ്പൊ മിക്കവാറും തന്നെ നമ്മള് ഈ 22ാമത്തെ വാക്കിലാണ് നമ്മൾ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ വിശ്വാസത്തോടുകൂടി എന്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും. അത് കറക്റ്റാണ്, ദൈവം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ 21ാമത്തെ വാക്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകിയാൽ ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കും. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ. എങ്ങനെയാണ് നമുക്ക് വിശ്വാസമുള്ളപ്പോ അതൊക്കെ സാധിക്കുന്നത്? അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി. യേശുക്രിസ്തു ഇവിടെ പറയുന്ന കാര്യം വെച്ചാല്, ഞാൻ ചെയ്ത കാര്യം നിങ്ങളും ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവം നമ്മൾക്കൊരു അപ്രൂവൽ തരുക, ഒരു പവർ തരുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസം വഴി നിങ്ങൾക്ക് ആ പവറിനെ ആക്സസ് ചെയ്യാം അല്ലെ. എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കാര്യം നിങ്ങളും ചെയ്യും അല്ലെ. അത്രയ്ക്ക് എന്നെപ്പോൾ തന്നെ പവർ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് പവർ, എന്ത് പവറാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി ഞാൻ പറയാൻ പോകുന്നു. നമ്മൾ യോഹന്നാനിലേക്ക് പോകുമ്പോൾ 14ലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 10ാമത്തെ വാക്കോട്ട് 10 തൊട്ട് 12 വരെ വാക്കി നമുക്കൊരു കാര്യം പറയാൻ പറ്റും, അറിയാൻ പറ്റും. 12ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെയ്ത പ്രവൃത്തിയേക്കാൾ എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യം എന്താ പറയാ ഇങ്ങനെ എന്താ പറയുക, കൂടുതൽ എന്നല്ല പറയുന്നത്, ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നുണ്ട്, അതിൽ വലിയതും ചെയ്യും അല്ലെ, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നത് കൊണ്ട് അല്ലെ, പിതാവിന്റെ അടുത്ത് യേശുക്രിസ്തു പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ ലോകത്തിലേക്ക് വിടുന്നു അല്ലെ. അപ്പൊ 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വന്തമായിട്ടുള്ള സംസാരിക്കുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ യേശു പറയുക, തന്റെ ഉള്ളിൽ പിതാവ് വസിക്കുന്നു, തന്റെ ഉള്ളിൽ പിതാവ് വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. യേശു ചെയ്തത് മൊത്തം യേശു അല്ല ചെയ്യുന്നത്, പിതാവാണ് ചെയ്യുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു വസിക്കുന്നു ഹോളി സ്പിരിറ്റിന്റെ ഫോമിൽ അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിമിറ്റ് ഇല്ലാത്ത ഫോമാണല്ലോ അല്ലെ. യേശുവിന്റെയും പിതാവിന്റെയും ആത്മാവാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്.
അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ടല്ലോ. നമുക്ക് ആത്മാവുമുണ്ട്, പ്രാണനുമുണ്ട്, നമുക്ക് ശരീരമുണ്ട്. എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് കൂടെ. പിതാവിന്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ് കൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഒന്നാന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ഇങ്ങനെ പറയാം, പിതാവ് എന്നിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്ന പിതാവാണ് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾക്കും അതേ മോഡല് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു, നമ്മുടെ ഉള്ളിലും ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട് അല്ലെ. യേശുവിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നത് പോലെ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. അതേ മോഡൽ നമ്മളെപ്പറ്റി യേശു ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ദൈവം നമ്മളെപ്പറ്റി നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ യേശുവിലും യേശു നമ്മളിലും അല്ലെ. യോഹന്നാന്റെ 15 അങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലെ. അവനിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആ മുന്തിരി നിന്റെ ബ്രാഞ്ച് ആയിരിക്കണം നമ്മൾ. നമ്മൾ അവനിലും അവൻ നമ്മളിലും ആയിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം നമ്മള് അവനിലും അവൻ നമ്മളിലും ഉള്ളപ്പോ വർക്ക് ചെയ്യുന്ന നമ്മളല്ലല്ലോ, യേശുക്രിസ്തു അല്ലേ. ഹോളി സ്പിരിറ്റ് വഴിയല്ല ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങള് ഞാന് ചെയ്ത പോലെ ചെയ്യും എന്ന് പറയുമ്പോ നമ്മൾ ആ വിശ്വാസത്തോട് പറയുന്ന വാക്കിനൊരു പവർ വരും. എങ്ങനെ വരുന്നത്, എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി ചെയ്യുക ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ വിശ്വാസം ദൈവത്തിന് എന്താ പറഞ്ഞ അധികാരം കൊടുക്കുവാണ് നമ്മുടെ ജീവിതത്തില്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രീ വിൽ ദൈവം തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ആ ഫ്രീ വില്ലിൽ നിന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഫ്രീ വിൽ നമ്മൾ നേരെ ചൊവ്വേ ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി, അല്ല ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലാതെ ആഡവും ഈവും ചെയ്ത പോലെ ഫ്രീ വിൽ ഉപയോഗിച്ചിട്ട് പിശാചിന്റെ വഴിയെ പോവുകയാണെങ്കിൽ നമ്മൾ നശിച്ചു പോകുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ ആ ഫ്രീ വില്ല് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ യേശുവിൽ വിശ്വസിക്കും, നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ഫെയ്ത്ത് ഉള്ളപ്പോ നമ്മൾ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ ഫ്രീ വിൽ ഞാൻ ഉപയോഗിക്കുന്ന അങ്ങയുടെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങയുടെ കിങ്ഡം ഈ ലോകത്ത് വരട്ടെ, അങ്ങക്ക് എന്താണ് ചെയ്യാൻ താല്പര്യമുള്ളത് എന്നു വഴി അത് ചെയ്തോളൂ എന്നുള്ളൊരു പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് യേശു പറയുന്നത്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെ. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു മുതലാണ് അല്ലെ. അത് വെറും ഫീലിംഗ് അല്ല, അതൊരു മുതലാണ്. അതൊരു എന്താ പറയാ, ഒരു പവറാണ്. പവർ എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞ നമ്മളുടെ കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താ പറയാൻ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവമേ അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്തോളൂ അല്ലെ. ദൈവമേ അങ്ങേക്ക് പെർമിഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു പവർ, ഒരു ഫോഴ്സ് ആണ് അല്ലെ. ദൈവത്തോട് പറയുവാണ് നമ്മൾ, നമ്മുടെ വില്ലാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ പവറിന് ഫോഴ്സ് എന്നല്ല പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലാണ്, നമ്മളുടെ ഹിതമാണ് അതല്ലേ. അപ്പൊ നമ്മുടെ ഹിതം ദൈവത്തോട് പറയുവാണ്, ദൈവമേ എനിക്ക് താല്പര്യമാണ്, അങ്ങ് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എന്റെ ജീവിതം വഴി അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് കാണിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, നമുക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്തിയോട് നോക്കി നീ ഇനി ഫലം കായ്ക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ വായില് ദൈവത്തിന്റെ വാക്ക് പോലെ തന്നെയാണ് വിശ്വാസത്തോടുകൂടി നമ്മൾ പറയുമ്പോ ഉള്ള ആ നമ്മുടെ വാക്കിന്റെ പവർ, അത്രയ്ക്കും പവർ. കാരണം ചെയ്യുന്നത് നമ്മളല്ല ചെയ്യുന്നത്, ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് നമ്മൾ അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ കരങ്ങളോട് മൂവ് ചെയ്യുവാണ്. നമ്മളുടെ നാക്കും നമ്മുടെ കൈകളൊക്കെ ദൈവത്തിന്റെ കൈകളും ദൈവത്തിന്റെ നാക്കും ഒക്കെ ആയിട്ട് മാറുകയോ ചെയ്ത്, നമ്മൾ വിശ്വാസമുള്ളപ്പോൾ അല്ലെ ദൈവത്തിന് അനുവാദം കൊടുക്കുക ചെയ്യുന്നത്. അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങയുടെ രാജ്യം ഈ ലോകത്തിലേക്ക് വരട്ടെ, ഞാൻ തയ്യാറാണ് അല്ലെ. അപ്പോ ദൈവത്തിന്റെ കയ്യിലെ വെപ്പൺസ് ആയിട്ട് ദൈവത്തിന്റെ വർക്ക് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള സ്വർഗവും ഭൂമിയും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന പോർട്ടലൊക്കെ ആയിട്ട്, ഒരു കണക്റ്റിംഗ് പോയിന്റ് ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫെയ്ത്ത് ഉള്ളപ്പോൾ അല്ല. ഫെയ്ത്ത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് ആ അവകാശം കൊടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവകാശം കൊടുക്കുകയാണ് ഹോളി സ്പിരിറ്റ് ഗോഡിന് അല്ലെ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ചെയ്തോളൂ അല്ലെ, ഞാൻ സമ്മതിക്കുന്നു. നമുക്കറിയാം സങ്കീർത്തനം 115 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, എന്താ പറയുക, സ്വർഗം ദൈവത്തിനുള്ളതും ഭൂമി നമുക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിന് നമ്മൾ എന്താ പറയാ പെർമിഷൻ കൊടുക്കുവാണ് അല്ലെ. ഫ്രീ വില്ല് വഴി ദൈവത്തിന് നമ്മൾ പെർമിഷൻ കൊടുക്കുവാണ്, അങ്ങ് ചെയ്തോളൂ അല്ലെ, അങ്ങയുടെ വർക്ക് നടക്കട്ടെ, അങ്ങയുടെ കിങ്ഡം ഇവിടെ എക്സ്പാൻഡ് ചെയ്യട്ടെ എന്ന് പറയും. അപ്പൊ നമ്മളുടെ ഫെയ്ത്ത് അത്രയ്ക്കും ക്രൂഷ്യൽ. അതുകൊണ്ട് പറയുന്നത്, ദൈവം പറയുന്നത് ദൈവത്തിനെ നമുക്ക് പ്രീതിപ്പെട്ട സാധിക്കത്തില്ല ഫെയ്ത്ത് ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് അല്ലെ. കാരണം ദൈവത്തിന്റെ വർക്ക് ഈ ലോകത്ത് നടക്കണമെങ്കിൽ നമ്മൾ സഹകരിച്ചേ പറ്റത്തുള്ളൂ.
അപ്പൊ നമ്മൾ സഹകരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ വിശ്വാസം കാണിക്കുന്ന സമയത്ത് അല്ലെ. അപ്പൊ നമ്മള് വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ഒരു വലിയൊരു വെപ്പണായിട്ട് ഒരു പാത്രമായിട്ട് ദൈവത്തിന്റെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ആയുധമായിട്ട് നമ്മൾ മാറുക ചെയ്യുന്നത് അല്ലെ. ദൈവത്തിന് ഉപകാരമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മാറുക ചെയ്യുന്നത്. അപ്പൊ ദൈവമാണ് നമ്മുടെ വഴി കാര്യങ്ങൾ ചെയ്യുന്നത്. യേശു ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ തരുന്നു അല്ലെ. ഇപ്പൊ ദൈവത്തിന്റെ പവർ നമ്മുടെ കൂടെ ഫ്ലോ ചെയ്യുമ്പോ നമ്മളിപ്പോ ഈ അത്തിയോട് അല്ലെങ്കിൽ ഒക്കെ നോക്കി സംസാരിക്കുമ്പോൾ അപ്പൊ അത്തിയോടൊന്നും പോയി ചെന്ന് പോയി നമ്മുടെ ചെടികളെ ഒന്നും നമ്മൾ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കരുത്. അതല്ല പറഞ്ഞത്. എന്ത് സാഹചര്യത്തിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പവറാണ് നമ്മൾ വഴി വരുന്നത്. ദൈവമാണ് നമ്മൾ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ കാര്യത്തോട് സംസാരിക്കുന്നത്, ആ സിറ്റുവേഷനോട് സംസാരിക്കുന്ന ദൈവമാണ് സംസാരിക്കുന്നത് അല്ലെ. അപ്പോ അതുകൊണ്ടാണ് ഫെയ്ത്ത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. നമ്മളോട് ദൈവം ഒരിക്കൽ പോലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം രീതി ചെയ്യാൻ ദൈവം പറയുന്നില്ല. ദൈവത്തിന്റെ മക്കളായി കഴിഞ്ഞപ്പോ നമ്മൾ ബോൺ അഗൈൻ ആയി കഴിയുമ്പോൾ നമ്മൾ പുതിയ ക്രിയേഷൻ ആണ്. പുതിയ ക്രിയേഷൻ എന്താ പറയുക, യേശുവിനെ പോലെയാണ്. യേശു ആണ് എന്താ പറയാ പുതിയ ക്രിയേഷന്റെ നാഥൻ. പഴയ പഴയ നമ്മുടെ ജഡത്തിന്റെ നാഥനായിട്ട് പിശാചായിരുന്നു നടന്നുകൊണ്ട്, പക്ഷെ പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന വ്യക്തിന്റെ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിന്റെ നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവാണ് അല്ലെ. അപ്പൊ യേശു പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് കേൾക്കത്തുള്ളൂ അല്ലെ. അപ്പൊ സ്പിരിറ്റ് കംപ്ലീറ്റ് ഫെയ്ത്ത് ആണ് അല്ലെ. എന്തു പറഞ്ഞാലും യേശു പറഞ്ഞാലും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞാലും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ജഡം അങ്ങനെയല്ല. ജഡം ഒരു രക്ഷയില്ല. ദൈവവുമായിട്ട് ജഡം വളരെ ശത്രുതയിലാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതം മൊത്തം കംപ്ലീറ്റ് നമ്മളെ മൊത്തം ദൈവത്തിന്റെ അടിയിൽ നമ്മൾ എന്താ പറയാ സമർപ്പിക്കുക ചെയ്യും. നമ്മുടെ പഴയ സ്വഭാവം അല്ലെ, അതിന് ഇപ്പോഴും നമ്മുടെ മനസ്സിന് ആ പഴയ സ്വഭാവം ഇപ്പോഴും ഉണ്ടല്ലേ. നമ്മുടെ കാർണൽ നേച്ചർ ഇപ്പോഴും, ജഡത്തിന്റെ സ്വഭാവം ഇപ്പോഴും ഉണ്ട് നമ്മുടെ മനസ്സിന്. ആ മനസ്സിനെയും നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെ എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ സമർപ്പിക്കുക. എന്നിട്ട് പറയാം, ദൈവമേ എനിക്ക് തയ്യാറാണ് അല്ലെ, ഞാൻ അങ്ങയുടെ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ വർക്ക് എന്നെ വഴി നടത്തിക്കൊള്ളി ലോകത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങയുടെ വർക്ക് എന്റെ ജീവിതത്തിൽ നടക്കട്ടെ അല്ലെ. അപ്പോ അങ്ങനെ ഒരു അനുവാദം ദൈവത്തിന് കൊടുക്കുമ്പോ എന്താ പറയുക, ദൈവം നമ്മളെ വഴി പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയാകുമ്പോ നമ്മൾ ദൈവം ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ 21ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് ദൈവം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പ്രാർത്ഥനയിൽ നമ്മൾ യാചിച്ച വിശ്വാസം അത് വേണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കും, എന്റെ വിശ്വാസം ഞാൻ ദൈവത്തിൽ അത് ആക്കി വെക്കുമ്പോ ദൈവത്തിന് എന്റെ ജീവിതത്തെ തന്നെ ഞാൻ സമർപ്പിക്കുക ചെയ്യുന്നു. അപ്പൊ ഞാൻ ദൈവത്തിന്റെ കിങ്ഡം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരു പാത്രമാക്കി ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന് എന്റെ വിശ്വാസം വഴി ലോകത്തിൽ എന്താ പറയാ നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, എന്റെ വിശ്വാസം വഴി ദൈവത്തിന്റെ കയ്യിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്റെ കൈയും കാലും വായും എല്ലാം ദൈവത്തിൻ്റെതായി തീരുന്നു. അപ്പോ ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഉപകാരത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെ. അതുകൊണ്ടാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഫെയ്ത്ത് ഇല്ലെങ്കിൽ, ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നടക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ വഴി വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ 21ാമത്തെ വാക്കില് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലൊക്കെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മാർക്കോസിന്റെ 9:23 പോലേക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവനാൽ എന്തും സാധിക്കും അല്ലെ. കാരണം വിശ്വസിക്കുന്നവൻ പെർമിഷൻ കൊടുക്കുന്ന ദൈവം തമ്പുരാന് അല്ലെ. ദൈവത്തിന്റെ വർക്കിനായിട്ട് പെർമിഷൻ കൊടുക്കും. ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ എന്താ പറയാ പവർ എക്സിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം നമ്മൾ വഴി നടപ്പാക്കുന്നതിനുള്ള ഒരു എന്താ പറയുക ഒരു പെർമിഷൻ നമ്മളായിട്ട് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. അങ്ങ് ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പൊ ഇവിടെ എന്താ പറയാ അത്തിവൃക്ഷത്തോട് നീ ഒരിക്കലും ഫലം കായ്ക്കരുത് എന്ന് പറയുമ്പോ അത് പറയുന്നത് നമ്മളാണെങ്കിലും പവർ ദൈവത്തിൽ നിന്ന് വന്നില്ല എങ്കിൽ അത് ദൈവത്തിന്റെ വോയിസ് ആയിട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി സംസാരിക്കുന്നത് അല്ല എങ്കിൽ നമ്മൾ എന്തിനു പറഞ്ഞിട്ടും അത്തിയോട് പറഞ്ഞ അത്തി അതുപോലെ നിൽക്കും. നമ്മൾ പറയുവാണെങ്കിൽ നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡ് പവർ തന്നിട്ടല്ലാതെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വോയിസ് അല്ല വരുന്നതെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്തി കേൾക്കാൻ പോകുന്നില്ല. അത്തി വിചാരിക്കുക എന്ത് ഇത് ഞാൻ എത്ര കണ്ടിരിക്കുക എന്ന് വിചാരിച്ച അത്തി അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ നമ്മളെ ഹോളി സ്പിരിറ്റ്
സ്പിരിറ്റ് ഗോഡായിട്ട് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന് നമ്മുടെ വിശ്വാസം വഴി നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ വാക്കിനെ ഏറ്റെടുക്കുകയും അല്ലെ, നമ്മുടെ എന്താ പറയുക വാക്കിനല്ല മൗത്തിനെ, നമ്മുടെ വായിനെ നാക്കിനെ ഏറ്റെടുക്കുകയും അതുവഴി നമ്മൾ വഴി സംസാരിക്കുകയും അല്ലെ, അപ്പൊ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. കാരണം ഹെവൻലി റിലംസിൽ അറിയാം അല്ലെ, പിശാചിനാണെങ്കിൽ പോലും അറിയാൻ പറ്റും ഇതാരാ സംസാരിക്കുന്നത്, നമ്മളാണ് സംസാരിക്കുന്നത്, നമ്മൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡാണ് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് സംസാരിക്കുമ്പോഴാണ് ഇവിടെ അത്തിയൊക്കെ ഉറങ്ങി പോകുന്നത്, മല കടലിൽ ചാടിനൊക്കെ ചെന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി സംസാരിക്കുമ്പോഴാണ്. അപ്പൊ അതിന് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി സംസാരിക്കണമെങ്കിൽ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം, ദൈവത്തിൽ വിശ്വാസം, എന്താ പറയാ, ദൈവത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കുന്നത് അല്ലെ, സമർപ്പിക്കുന്ന ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ വിശ്വാസം വഴി, അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് നമ്മുടെ വായും നമ്മുടെ മെമ്പേഴ്സ് എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളിലെ വെസലുകളായിട്ട് പാത്രങ്ങളായിട്ട് തീരും. ദൈവത്തിന് ആവശ്യമുള്ള കാര്യം ഈ ലോകത്ത് ചെയ്തെടുക്കുക തന്നെ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എത്ര അസാധ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിന് ഒരു എൻട്രി പോയിന്റ് ആണ്, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഫെയ്ത്ത് വഴി അല്ലെ. നമ്മളെ തന്നെ ദൈവത്തിന്റെ കാലിൽ വെച്ചിട്ട് ദൈവമേ ഞാൻ തയ്യാറാണെന്ന് പറയുന്നതാണ് നമ്മുടെ ഫെയ്ത്ത് വഴി. അപ്പൊ ഫെയ്ത്ത് ഇല്ലാതെ എന്താ പറയുക ഒന്നും തന്നെ സാധിക്കത്തില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാരണം ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ദൈവമാണ്, നമ്മളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഫെയ്ത്ത് കൂടിയേ പറ്റത്തുള്ളൂ, ഫെയ്ത്ത് ഇല്ലാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ക്രിട്ടിക്കൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് എന്താ പറയുക, ചില ആളുകൾക്കൊക്കെ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു വേറൊരു തലത്തിൽ തന്നെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മനുഷ്യര് സാധാരണഗതിയിൽ ലിമിറ്റൊക്കെ ഉണ്ട് ഫെയ്ത്തിനൊക്കെ അല്ലെ. പക്ഷെ ദൈവത്തിന്റെ ആ ഫെയ്ത്ത്, ദൈവത്തിന്റെ ഗിഫ്റ്റ് വന്നു കഴിയുമ്പോൾ അല്ലെ, ഫെയ്ത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത ലെവലിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഫെയ്ത്ത് അങ്ങ് വന്നു കഴിയുമ്പോഴേക്കും ദൈവം തമ്പുരാനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നമ്മൾ വഴി ചെയ്യുന്നതെന്ന് ചുരുക്കമല്ല. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് വളരെയധികം ക്രിട്ടിക്കൽ. ദൈവത്തിന് ലോകത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ, ദൈവത്തിന് എന്തെങ്കിലും ലോകത്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് കൊണ്ടായേ പറ്റത്തുള്ളൂ. നമ്മുടെ പെർമിഷൻ നമ്മൾ കൊടുക്കുകയും മാത്രമേ നടക്കത്തുള്ളൂ. നമ്മുടെ വിശ്വാസം നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമയത്തായിട്ട് നന്ദി പറയും. താങ്ക് യു ജീസസ്, മസ്റ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. മൈറ്റി ഗോഡ്, ഗ്ലോറിയസ് കിങ്, ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മസ്റ്റ് ഗോഡ്. കർത്താവെ നന്ദി പിതാവ്. കർത്താവ് വിശ്വാസം തന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിലോട്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരാനുള്ള കൃപ തരുന്ന അപേക്ഷിക്കുന്നു കർത്താവ്. അതുകൊണ്ട് തന്നെ കർത്താവ് അങ്ങയുടെ കിണ്ടയിൽ ലോകത്തിലേക്ക് വരും യേശുവിന്റെ നാമത്തിൽ ആമേൻ. കേട്ടതിന് നന്ദി. ദൈവത്തെ മാത്രം